ആദ്യമായിട്ട് പറയട്ടെ, ജോയിലിന്റെ മാർക്കിനെ പറഞ്ഞ് ആരംഭിക്കാം. 97.2% ആണ് ജോയിൽ നേടിയ മാർക്ക്. മെയിൻ ആയിട്ട് സൈലത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും, സൊല്യൂഷൻസ് ഉൾപ്പെടെ തരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമായിരുന്നു. ഞാൻ 3 hours പേപ്പർ എഴുതി കഴിഞ്ഞു, എൻ്റെ ഇത് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ റീചെക്കിങ്ങിന് ടൈം കിട്ടിയില്ല. പക്ഷേ എന്നോട് എൻ്റെ ടീച്ചേഴ്സ് എല്ലാം എന്നോട് പറഞ്ഞത് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം. സൈലത്തിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന ഒരു സബ്ജക്റ്റിൽ കിട്ടുന്ന ബേസ് ഉണ്ടല്ലോ, അത് നമ്മളെ ഡെഫിനറ്റ്ലി ഈ മാത്സ് എക്സാം, ഈ SAT ഹലോ, ക്ലാസ് 12 CBSE ബോർഡ് എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിനകത്ത് മാർക്ക് നേടുക എന്ന് പറയുന്നത് അത്രമേൽ എളുപ്പമല്ല. പ്രത്യേകിച്ച് ഫിസിക്സിൽ എല്ലാം തന്നെ ഇന്ത്യ അപ്പാടെ തന്നെ ചർച്ച ചെയ്ത വിഷയമാണ് ഫിസിക്സിന്റെ ഡിഫിക്കൽട്ട് ലെവൽ. ഇപ്പോൾ നമ്മുടെ ഫുള്ള് ജോയിലാണ്, സൈലത്തിന്റെ അഗ്നിബ സ്റ്റുഡന്റ് ആണ്. എങ്ങനെയാണ് ജോയിൽ ഇക്കഴിഞ്ഞ ക്ലാസ് 12 CBSE ബോർഡ് എക്സാം ക്രാക്ക് ചെയ്ത് എത്ര ഗംഭീരമായിട്ടാണ് മാർക്ക് നേടിയത്? ആദ്യമായിട്ട് പറയട്ടെ, ജോയിലിന്റെ മാർക്കിനെ പറഞ്ഞ് ആരംഭിക്കാം. 97.2% ആണ് ജോയിൽ നേടിയ മാർക്ക്. അതായത് 486 മാർക്കാണ് 500 നേടിയത്. ഒരിക്കലും ഒരു ഈസിയായ മാർക്കല്ലാന്ന് ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാം നമുക്ക് അറിയാം. സോ ജോയിലിന്റെ പ്ലാൻ എങ്ങനെയായിരുന്നു, ജോയിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ഈ കാണുന്ന മാർക്കിലേക്ക് എത്തിയത് നമുക്ക് വളരെ വിശദമായിട്ട് പരിശോധിക്കാം. സോ ജോയിൽ പറയൂ മോനെ, മോനപ്പോൾ എവിടെ നിന്ന് വരുന്നു, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, മോൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറയും. ഞാൻ കോട്ടയം ജില്ലയിലെ ഒരു സ്മോൾ വില്ലേജ് മുട്ടിയറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ചാവറ പബ്ലിക് സ്കൂൾ പാലയിലാണ് പഠിക്കുന്നത്. ഞാൻ 8ാം ക്ലാസ് വരെ പുറത്തായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചാവറയിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ചാവറയിൽ പഠിക്കുന്നു, പാസ് ഔട്ടായി. ഹാപ്പി ഈ നിമിഷം? യെസ്. കാരണം ഇപ്പോൾ ഈ കാണുന്ന എല്ലാ എക്സാംസിലും ഏറ്റവും ഗംഭീരമായ മാർക്ക് നേടാൻ സാധിച്ചു. ഫിസിക്സൊക്കെ തന്നെ ഇത്ര മാർക്ക് നേടി. സോ എങ്ങനെയാണ് ഈ കാണുന്ന ഒരു പ്ലാനിലേക്ക് മോൻ എത്തിയിട്ടുണ്ടായിരുന്നത്? ഞാൻ എൻ്റെ മെയിൻ കീ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. ഞാൻ എല്ലാ ദിവസവും എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം അന്നത്തെ ദിവസം തന്നെ കവർ ചെയ്ത് തീർക്കാൻ ഞാൻ നോക്കുമായിരുന്നു. പിന്നെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുക അതായിരുന്നു മെയിനായിട്ടുള്ളത്. സൈലം എന്നെ മെയിനായിട്ട് ശരിക്കും പറഞ്ഞാൽ എൻഡ് ഗെയിം അവസാനം ആണ് എനിക്ക് ശരിക്കും കോൺഫിഡൻസിന് വേണ്ടിയാണ്. ഞാൻ എൻ്റെ കണ്ടന്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടും ഈ എക്സാമിനെ പറ്റി ഒരു ഭീതി ഉള്ളത് കൊണ്ട് ലാസ്റ്റ് മിനിറ്റ് മോൻ ഇപ്പോൾ DPPയും അതുപോലെ ക്വസ്റ്റ്യൻസും എങ്ങനെയൊക്കെയാണ് അത് സോർട്ട് ചെയ്ത് പഠിച്ചിരുന്നത്? സൈലത്തിന് ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മെയിനായിട്ട് ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്വിക്ക് റിവിഷൻ. അതിന് എനിക്ക് മെയിനായിട്ട് ഞാൻ സൈലത്തിന്റെ ക്ലാസ് ഞാൻ അന്നന്ന് കാണുമായിരുന്നെങ്കിലും എനിക്ക് PPT ലാസ്റ്റ് റിവിഷന് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ സെക്ഷൻ ബൈ സെക്ഷൻ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യും. അതായിരുന്നു എനിക്ക് മെയിനായിട്ട് സൈലത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും, സൊല്യൂഷൻസ് ഉൾപ്പെടെ തരുന്നു. ഇപ്പോൾ എക്സാമിന് പോകുന്ന 5 മിനിറ്റ് മുന്നേ ആണെങ്കിലും ആ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഇൻസ്റ്റാലേൺ എന്നും പറഞ്ഞ് ഉള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട്, അത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എല്ലാ ടോപ്പിക്കും പഠിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു ഇൻസ്റ്റാലേൺ. കാരണം ഈ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് വാസ്റ്റ് ആണല്ലോ, നമുക്ക് എല്ലാം തന്നെ ലാസ്റ്റ് മിനിറ്റ് കവർ ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഈ സിംഗിൾ പേജ് 2 പേജ് ഡോക്യുമെന്റ്സിൽ നമുക്ക് ഇതെല്ലാം അവൈലബിൾ ആക്കി തരുന്നത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഏറ്റവും അധികം കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഫിസിക്സിനകത്ത് എങ്ങനെ ഇത്ര മാർക്ക് നേടി. 97 എന്ന് പറയുന്നത് ഒരിക്കലും ഈസിയായ മാർക്കല്ലാന്ന് എനിക്ക് പറയാൻ മോനറിയാം. ഈ കാണുന്ന വീഡിയോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫിസിക്സിനകത്ത് 97 മാർക്ക് നേടാം എന്ന് പറഞ്ഞ ഈസിയല്ല, പ്രത്യേകിച്ച് 2025 ബോർഡ് എക്സാമിനകത്ത്. സോ മോൻ എങ്ങനെയാണ് ഈ കാണുന്ന ഒരു മാജിക്കൽ സ്കോറിലേക്ക് എത്തിയത്? ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ് എനിക്ക് ഫസ്റ്റ് എക്സാം തന്നെ ഫിസിക്സ് വന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. കാരണം സ്കൂളിൽ ഞങ്ങൾക്ക് അപ്പം അത്രയും എക്സ്ട്രാ ഗ്യാപ്പ് തന്നു പഠിക്കാനായിട്ട്. എനിക്ക് ബാക്കി സബ്ജക്ട്സിലുള്ള അത്രയും കോൺഫിഡൻസ് ഫിസിക്സിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവധി മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തായിരുന്നു. മോനിപ്പോൾ അവസാന നിമിഷം ഇപ്പോൾ ഒരുപാട് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. മോൻ ലാസ്റ്റ് മിനിറ്റ് എത്ര ദിവസമാണ് ഫിസിക്സിന് വേണ്ടി സോളുമിലി ഡിവോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? മൊത്തം എത്ര ദിവസം മോൻ കംപ്ലീറ്റ് ഡിവോട്ട് ചെയ്തു ഫിസിക്സിന് വേണ്ടി? ഞാൻ ലാസ്റ്റ് 11 days, പിന്നെ മോഡൽ എക്സാമിന് തന്ന ഞങ്ങൾക്ക് ഒരു 6 to 7 days ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താണ് ഞാൻ പഠിച്ചത്. സെക്കൻഡ് മോഡലിന് ഞാൻ കൂടുതൽ എനിക്ക് ഡിഫിക്കൽട്ടി ഉള്ള ചാപ്റ്റേഴ്സിന് ഫോക്കസ് കൊടുത്തിട്ട് പിന്നെ എനിക്ക് ലാസ്റ്റ് 11 days എനിക്ക് കിട്ടി എക്സാമിന് മുന്നേ. ആ സമയത്ത് ചാപ്റ്റർ ബൈ ചാപ്റ്റർ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞാൽ 14 ചാപ്റ്ററാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫിസിക്സിനുള്ളത്. അപ്പോൾ അത് 11 daysനുള്ളിൽ ചെറിയ പാഠങ്ങളെല്ലാം തീർത്ത് വിട്ട് മെയിൻ ആയിട്ടുള്ള പാഠങ്ങൾക്ക് ഫുൾ 1 day തന്നെ കൊടുത്ത് ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ലാസ്റ്റ് 2 to 3 years ഫിസിക്സിന് മാത്രമേ ഉള്ളൂ കേട്ടോ, അത്രയും ടൈം ഞാൻ സ്പെൻഡ് ചെയ്തായിരുന്നു ഫിസിക്സിന്. അതുകൊണ്ട് തന്നെ പേപ്പർ എഴുതിയപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമായിരുന്നു. ഞാൻ 3 hours പേപ്പർ എഴുതി കഴിഞ്ഞു, എൻ്റെ ഇത് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ റീചെക്കിങ്ങിന് ടൈം കിട്ടിയില്ല. പക്ഷേ എന്നോട് എൻ്റെ ടീച്ചേഴ്സ് എല്ലാം എന്നോട് പറഞ്ഞത് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം. അത് ഞാൻ എല്ലാം അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 1-2 ക്വസ്റ്റ്യൻസ് എനിക്ക് ഫുൾ കംപ്ലീഷനിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ചെക്കിങ്ങിന്റെ ടൈമിൽ അതിനനുസരിച്ച് മാർക്ക് കൊടുത്തിട്ടുണ്ട്. വെരി ഹാപ്പി.
ഈ നിമിഷം എനിക്ക് പറയാനുള്ള സൈലത്തിന്റെ അവസാന നിമിഷ പ്ലാനും ഇത് തന്നെയായിരുന്നു. ലാസ്റ്റ് 10 days നമ്മൾ കംപ്ലീറ്റ്ലി ഫിസിക്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. ഫിസിക്സിന്റെ MCQസും കേസ് സ്റ്റഡിയും അസൈൻമെന്റ് ടെസ്റ്റും എല്ലാം തന്നെയുള്ള ലൈവുകൾ നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും. സോ സൈലത്തിന്റെ പ്ലാൻ തന്നെയാണ് മോൻ ഫോക്കസ് ചെയ്യുന്ന അറിയുന്നത്. ഒരുപാട് ഹാപ്പിയാണ് എൻ്റെ ഈ നിമിഷം. ഇനി നമുക്കറിയാം മാത്സ് എന്ന് പറഞ്ഞ വിഷയം ഒരുപാട് ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാൽക്കുലസ് ഉണ്ട്. നമുക്ക് കാൽക്കുലസ് ഒക്കെ തന്നെ ഒരുപാട് പിൻഡയറക്ഷൻ തന്നെ ചെയ്യുമ്പോൾ എത്ര ദിവസം ഉണ്ട് നമുക്ക് ഊഹിക്കാവുന്നതാണ്. സോ മോൻ എങ്ങനെയാണ് മാത്സ് എന്നുള്ളൊരു വലിയ വിഷയത്തിനെ വളരെ കൂളായിട്ട് നേടിയെടുത്തത് വെച്ച്? ഫസ്റ്റ് ഓഫ് ഓൾ എത്ര മാർക്ക് ഉണ്ടായിരുന്നു മാത്സിന്? മാത്സിന് 96 ഉണ്ടായിരുന്നു. മാത്സ് ശരിക്കും പറഞ്ഞാൽ പൊതുവെ എൻ്റെ ഒരു ഏറ്റവും വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് എൻ്റെ മാത്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലോണം. എനിക്ക് സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ടീച്ചർ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു. അതുപോലെ അപ്പോൾ എനിക്ക് അതുപോലത്തെ കോൺഫിഡൻസ് ഉള്ള ഒരു ടീച്ചറിനെ തന്നെയായിരുന്നു എനിക്ക് സൈലത്തിലും വേണ്ടിരുന്നത്. സാറായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം സാറിൻ്റെ ഹെൽപ്പ് എടുത്ത് തന്നെയാണ് ഞാൻ ക്ലിയർ ചെയ്തത്. മാത്സ് ശരിക്കും പറഞ്ഞാൽ NCERT തന്നെയായിരുന്നു എൻ്റെ മെയിൻ ഹെൽപ്പ്. എന്നോട് പല ടീച്ചേഴ്സും പറഞ്ഞിരുന്ന പോലെ തന്നെ NCERTയുടെ മുക്കും മൂലയും പഠിക്കണം, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കണം, എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അത് ഞാൻ പക്കയായിട്ട് തന്നെ ഫോളോ ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ പ്രാക്ടീസാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാത്സ് എന്ന് എനിക്ക് മനസ്സിലായത് സ്റ്റാർട്ടിങ് എഴുതുമ്പോൾ ആ ഫിസിക്സ് എക്സാം കഴിഞ്ഞ് ഞാൻ പിന്നെ മാത്സിലേക്ക് എത്തുന്ന സമയമായപ്പോഴത്തേക്കും എനിക്ക് ആദ്യമേ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് ഫിനിഷിങ് വരുന്നില്ലായിരുന്നു. പക്ഷേ എക്സാമിന് ഒരു 2 days ബാക്ക് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോഴത്തേക്കും എത്തുന്നുണ്ട്, ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നുണ്ട്. മാത്സ് എക്സാം എഴുതിയപ്പോഴാണെങ്കിലും ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഞാൻ വീട്ടിൽ വന്ന് ചെക്കിങ് ചെയ്തതോടെ എനിക്ക് മനസ്സിലായത് കെയർലെസ് മിസ്റ്റേക്സ് ആയിരുന്നു എൻ്റെ ആ ഒരു 96ലേക്ക് എത്തിച്ചത്. പക്ഷേ ഞാൻ റിസൾട്ട് വരുന്നവരെ അതിനെപ്പറ്റി അത്യാവശ്യം ടെൻഷൻ ആയിരുന്നു. പക്ഷേ വെരി ഹാപ്പി വിത്ത് ദാറ്റ് മാർക്സ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു വിഷയം ബാക്കിയുണ്ട്. മെയിനായിട്ട് അത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിക്കകത്ത് നമുക്ക് എന്താണ് 10th 11th എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പഠിക്കാനുള്ള വിഷയമാണ് ഇത്തവണത്തെ +2 കെമിസ്ട്രി. കാരണം ഓർഗാനിക്കിനകത്ത് നമുക്ക് എന്താണ് 5 പാഠത്തോളം നമുക്ക് എന്താണ് ഓർഗാനിക്കിൽ ഒരുപാട് പഠിക്കാനുള്ള വർഷം. സോ എങ്ങനെയായിരുന്നു മോൻ ഓർഗാനിക്കും അതുപോലെ തന്നെ കെമിസ്ട്രി എന്നൊരു വിഷയം വളരെ കൂളായി നേടിയെടുത്ത്? അതുപോലെ തന്നെ മോൻ്റെ മാർക്ക് എത്രയായിരുന്നു കെമിസ്ട്രിക്കകത്ത്? കെമിസ്ട്രി ഞാൻ പൊതുവെ എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രി. ഞാൻ എക്സാം എഴുതിയപ്പോഴും ഐ വാസ് വെരി ഹാപ്പി വിത്ത് മൈ പെർഫോമൻസ് ദാറ്റ് ഡേ. പക്ഷേ ഞാൻ അത്യാവശ്യം ചെയ്തത് മോസ്റ്റ്ലി NCERT ക്വസ്റ്റ്യൻസ് തന്നെയാണ് ടീച്ചേഴ്സ് പറഞ്ഞ പോലെ. പിന്നെ എന്നോട് ടീച്ചർ പറഞ്ഞായിരുന്നു NCERT കെമിസ്ട്രിയുടെ NCERT കൂടുതലും എൻട്രൻസ് ഓറിയൻറ്റഡ് ആണ്, അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആ ജഡ്ജ്മെൻറ്റോടെ തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ അതൊരു ഡിഫിക്കൽട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് നല്ല ക്വസ്റ്റ്യൻ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ്. എക്സാമിന് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു, പിന്നെ എക്സാമിന് പോകുന്നതിന് മുമ്പ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെയാണ് ശരിക്കും എനിക്ക് സൈലം ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് CBSE ലെവലിലുള്ള ക്വസ്റ്റ്യൻ. കാരണം ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ചില ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നത് പോലും അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് സൈലം അങ്ങനെ ഹെൽപ്പ് കുറേ തന്നിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടുപിടിച്ചു. അതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കെമിസ്ട്രി എക്സാം എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. നമ്മൾ എന്തൊക്കെ പഠിച്ചോ അതൊക്കെ തന്നെയാണ് കെമിസ്ട്രി എക്സാം. എത്ര മാർക്ക് ഉണ്ടായിരുന്നു കെമിസ്ട്രിക്ക്? 97 മാർക്ക്. 97. സോ PCMനകത്ത് ഗംഭീരമായ മാർക്കാണ് മോൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ് നമുക്ക് അവസാന നിമിഷം പഠിച്ചുകൊണ്ട് വളരെ സുഖമായിട്ട് മാർക്ക് നേടാൻ പറ്റും. ക്ലാസ് 12 CBSE ബോർഡ് എക്സാം ലാസ്റ്റ് 2 months ഫോക്കസ് ചെയ്താൽ ഗംഭീരമായ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. സോ മോൻ്റെ ഒപ്പീനിയൻ അത് ട്രൂ ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ? നമുക്കത് സാധിക്കുമോ? ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും സ്കോർ ചെയ്യുന്ന വെച്ച് അവരുടെ ഒരു ക്ലാസ്സിലെ പെർഫോമൻസ് എനിക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പറ്റിയത് 90 മാർക്സ് വരെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പറ്റും. പക്ഷേ 90ന്ന് പിന്നെ ഓരോ മാർക്കിനും ഇടേണ്ട എഫേർട്ട് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ മെയിൻ ടെക്നിക്ക് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി മാത്രമാണ്. ഇപ്പോൾ മോൻ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എല്ലാം തന്നെ പറഞ്ഞു. അപ്പോൾ വേറെ ക്വസ്റ്റ്യൻ കൂടി വേറെ ഒന്നുമല്ല. മോൻ ഫസ്റ്റ് റൗണ്ട് സ്റ്റഡി, അതായത് ഫസ്റ്റ് ടോപ്പിക് കംപ്ലീറ്റ് മോൻ എപ്പോഴാണ് പഠിച്ചു തീർത്തത്? ഏത് മാസമായിരുന്നു ആദ്യമായിട്ട് എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് മോൻ പോയിരുന്നുണ്ടായിരുന്നേ? ഫസ്റ്റ് റൗണ്ട് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ മോഡൽ എക്സാമിന് ഫസ്റ്റ് മോഡൽ എഴുതിയപ്പോൾ ഞാൻ കംപ്ലീറ്റ് സിലബസ് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മോഡല് ഡിസംബർ മാസം ആയിരുന്നു, നവംബർ ആൻഡ് ഡിസംബർ മാസം. ആ സമയത്തോടെ ഞാൻ കംപ്ലീറ്റ് സിലബസ് തീർത്തിട്ടാണ്. എനിക്കിപ്പോൾ ചില ടീച്ചേഴ്സ് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ആദ്യമേ തീർത്തിട്ട് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് സെക്കൻഡ് മോഡലിന് പ്രിപ്പയർ ചെയ്യാൻ. എനിക്ക് അതിൻ്റെ ഒരു ഫീല് തോന്നിയില്ല. കാരണം ഞാൻ ഓൾറെഡി ചാപ്റ്റേഴ്സ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നെയാണ് പോയത്. അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു തന്നെയാണ് പോയത്. ഡിസംബറോടെയൊക്കെ തന്നെ തീർക്കാൻ പറ്റുമായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് എൻ്റെ ഇതിൽ ഞാൻ കൂടുതൽ ചെയ്തത് ക്വസ്റ്റ്യൻസും പിന്നെ എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ടോപ്പിക്സിൽ പക്കയാക്കി എടുക്കുക. ഈ നിമിഷം എനിക്ക് എല്ലാവരോടും ഒന്ന് പറയാണ്ട് വേറെ ഒന്നുമല്ല, സൈലത്തിന്റെ പ്ലാനും ഇതുപോലെ തന്നെയാണ്.
നവംബർ 30 തുടങ്ങുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സൈലത്തിനകത്തുള്ള എല്ലാ ചാപ്റ്റേഴ്സും പഠിപ്പിച്ച് തീർക്കും. അതായത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ നമ്മൾ കംപ്ലീറ്റ് സിലബസ് നവംബർ എൻഡോട് കൂടെ തന്നെ പഠിപ്പിച്ച് തീർത്ത് റിവിഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ ഡിസംബർ മാസം പ്രവേശിക്കും. ഡിസംബറും ജനുവരിയും ഫെബ്രുവരി എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഗംഭീരമായ റിവിഷൻ ക്ലാസ് തലയിക്കൊണ്ട് നിങ്ങളെ ഫുൾ മാർക്കിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൻ്റെ പ്ലാനും ഇതുപോലെ തന്നെയാണ് നമുക്ക് ഈ നിമിഷം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഇനിയിപ്പോൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇനി അടുത്ത് എന്ത് +2 ശേഷം നെക്സ്റ്റ് പ്ലാൻ മോനിപ്പോൾ എന്താണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്? ഇനി ഞാനിപ്പോൾ സ്റ്റഡി അബ്രോഡ് ആണ് നോക്കുന്നത്. ഞാൻ ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് തന്നെ അതായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റും. അപ്പോൾ അതിന് ബിഹൈൻഡ് ഞാൻ റിസർച്ച് ചെയ്തു. സ്റ്റഡി അബ്രോഡ് എന്ന് പറയുമ്പോൾ മോനിപ്പോൾ എവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് US അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് ആർലിംഗ്ടണിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ഞാൻ കമ്പ്യൂട്ടർ സയൻസാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് അഡ്മിഷൻ കിട്ടി. നമുക്ക് എല്ലാവർക്കും അറിയാം, പുറത്തിപ്പോൾ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. സോ മോൻ എങ്ങനെയായിരുന്നു ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ ക്രാക്ക് ചെയ്തുകൊണ്ട് മോൻ എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ 8th ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് വായിച്ചൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ എനിക്ക് 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ. ഒന്നെങ്കിൽ IIT കമ്പ്യൂട്ടർ സയൻസ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് JEE പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് നോക്കാന്നുള്ളത്. അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ 10th കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡിസിഷൻ എടുക്കേണ്ട ടൈമായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പാരൻസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അവർക്ക് എന്നെ JEE ഒരു ഡയറക്ഷനിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ നോക്കിയപ്പം എൻ്റെ ഇൻട്രസ്റ്റ് സ്റ്റഡി അബ്രോഡാണ്. ഞാൻ 2 ചെന്നാൽ എനിക്ക് 2 കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി അബ്രോഡ് പോകാൻ തന്നെയുള്ള ഫോക്കസ് ആയിട്ട് തന്നെ പോയി. അതുപോലെ തന്നെ പുറത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് കോസ്റ്റ് വരുന്ന സംഭവമാണ്. സോ അവിടെ മോനിപ്പോൾ സ്കോളർഷിപ്പ് ഉണ്ട്. മോനിപ്പോൾ സ്കോളർഷിപ്പോട് കൂടെയാണ് പഠിക്കാൻ അവിടെ പോകുന്നത് US-നകത്ത്. സ്കോളർഷിപ്പ് നേടാൻ പറ്റും. 2 തരം സ്കോളർഷിപ്പ് ഉള്ളത്. നീഡ് ബേസ്ഡ് ഉണ്ട്, നീഡ് ബ്ലൈൻഡ് ഉണ്ട്. പിന്നെ മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് ഉണ്ട്. ഈ നീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് അവർ പൈസ തരും. അത് നീഡ് ബ്ലൈൻഡ് യൂണിവേഴ്സിറ്റികൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റികളായിരിക്കും. അവർ നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒരിക്കലും അവരുടെ അഡ്മിഷൻ ക്രൈറ്റീരിയയിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അതേസമയം നീഡ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഇൻക്ലൂഡ് ചെയ്യും. നമുക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു അഡ്മിഷൻ ഒരു ക്രൈറ്റീരിയ ആയിട്ട് അവർ കൺസിഡർ ചെയ്യും. മെറിറ്റ് ബേസ്ഡ് എന്ന് പറയുന്നത് മാർക്കാണ്. മെയിനായിട്ട് അവിടെ നടക്കുന്ന എക്സാം എന്ന് പറയുന്നത് SAT എന്ന് പറഞ്ഞൊരു എക്സാമാണ്. ACT എന്ന് പറഞ്ഞൊരു എക്സാമും ഉണ്ട്. പക്ഷേ അത് ACT സയൻസ് ആൻഡ് മാത്സ് ആണ് പ്ലസ് ഇംഗ്ലീഷ്. SAT മാത്സ് ആൻഡ് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. സോ ഈ എക്സാമിന് ഇപ്പോൾ മോൻ പറഞ്ഞ എക്സാം ഉണ്ട് ഇങ്ങനെ. അപ്പോൾ ആ കാണുന്ന എക്സാമിൻ്റെ സിലബസ് നമുക്ക് 12th സിലബസുമായിട്ട് ഇംഗ്ലീഷ് ആണോ? നമുക്ക് ഏതെല്ലാം വിഷയമാണോ പഠിക്കാൻ വേണ്ടിയുള്ളത്? മോസ്റ്റ്ലി അങ്ങനെയായിരുന്നു. സിലബസ് സെയിം ആണെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ വേറെയാണ്. എല്ലാം തന്നെ MCQ ആണ്. അപ്പോൾ മാത്സ് പൊതുവെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ CBSE അത്യാവശ്യം പഠിച്ചെടുക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ മാത്സ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സൈലന്റ് ക്ലാസ് നമുക്ക് ഇതിന് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഇപ്പോൾ മാത്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. സോ നമുക്ക് ഈ കാണുന്ന ക്ലാസ്സുകളൊക്കെ തന്നെ ഹെൽപ്ഫുൾ ആയിരുന്നു ഈ എക്സാമിന് വേണ്ടി. അതെ, ഡെഫിനറ്റ്ലി. സൈലം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫൗണ്ടേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. നമുക്ക് അത്രയും ഡീപ്പ് ലെവൽ CBSE ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് അല്ല. അപ്പോൾ സൈലത്തിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന ഒരു സബ്ജക്റ്റിൽ കിട്ടുന്ന ബേസ് ഉണ്ടല്ലോ, അത് നമ്മളെ ഡെഫിനറ്റ്ലി ഈ മാത്സ് എക്സാം ഈ SAT ഹെൽപ്പ് ചെയ്യും. സോ എന്തായാലും ഫ്യൂച്ചറെല്ലാം തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് മാറട്ടെ. ഇപ്പോൾ US എല്ലാം പോയിട്ട് ഏറ്റവും ബെസ്റ്റ് ടെക്കി ആയിട്ട് വരട്ടെന്ന് ആശംസിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. സോ നമ്മളെന്തായാലും ഫ്യൂച്ചറിൽ കണ്ടുപിട്ടില്ലേ? തീർച്ചയായിട്ടും. അവസാനമായിട്ട് നിങ്ങൾ ജൂനിയേഴ്സാണ് കാണുന്ന വീഡിയോ കാണുന്നത്, ജൂനിയേഴ്സിനോട് എന്താണ് പറയാൻ വേണ്ടിയുള്ളത്? ഇപ്പോൾ നിങ്ങൾ 10th കഴിഞ്ഞവരാണെങ്കിൽ 11th ഒരിക്കലും ഒരു കളിയായിട്ട് കരുതരുത്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ 12th ആ ഭാരം തോന്നിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് 10th വരുന്ന സിലബസ് എന്ന് പറയുന്നത് ചെറുതാണ്. 11th പെട്ടെന്ന് ആ ഒരു വലിയ സിലബസ് വരുമ്പോൾ 11th അത് യൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 12th നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഉള്ളത് കൺസിസ്റ്റന്റ് ആയിരിക്കുക. ടീച്ചേഴ്സ് നിങ്ങളുടെ സ്കൂളിൽ പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത് കവർ ചെയ്ത് പോവുക. പിന്നെ മാക്സിമം ഡൗട്ട് അപ്പോൾ ക്ലിയർ ചെയ്ത് പോവുക. കാരണം നിങ്ങൾ റിവിഷൻ ടൈമിൽ എത്തുമ്പോഴത്തേക്കും ആ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ടുള്ളത് ആ കോൺസെപ്റ്റ് അത്ര അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നിരിക്കുന്നില്ല. അപ്പം നിങ്ങൾ ഫ്രഷ് ആയിട്ട് ലെക്ചർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് അപ്പോൾ ക്ലിയർ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് മിനിറ്റ് ചെയ്യുന്നത് ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കുക. നോട്ട്സ് ഒക്കെ റിവൈസ് ചെയ്ത് എക്സാം എഴുതുക. കാമായിട്ട് എക്സാം എഴുതുക. ഞാൻ എക്സാം ഹോളിലൊക്കെ എഴുതുമ്പോൾ ഈ ബോധം പോകുന്നവരൊക്കെ ഉള്ള കേസുകൾ എൻ്റെ എക്സാം സെൻറ്ററിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഉണ്ടാവാതെ ഞാൻ എക്സാം കൂളായിട്ട് പോയി എഴുതുക. അധികം ടെൻഷനൊന്നും അടിക്കല്ല്. എന്നാലേ എക്സാമിന് ആ ഒരു എഴുതുന്ന രീതിയിൽ ഒരു ഇതായിട്ട് വരുള്ളൂ. റിസൾട്ടിന് മാർക്ക് നിങ്ങൾക്ക് വന്നോളൂ. അതൊന്നും ടെൻഷൻ അടിക്കുന്ന കാര്യമല്ല. എക്സാം പ്രോപ്പറായിട്ട് എഴുതാനായിട്ട് ഓൾ ദ ബെസ്റ്റ്. സോ എല്ലാവരും എക്സാം എല്ലാം വളരെ കൂളായിട്ട് എഴുതാം, തകർത്ത് പഠിക്കുക, ഗംഭീരമാക്കി മാറ്റാൻ ഫ്യൂച്ചറിന് ആശംസിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. സോ ഗൈസ്, ബൈ ബൈ, സൈനിങ് ഓഫ്.